എസ്യൂം നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നിങ്ങൾ 4 പേരുണ്ട്. അതിൽ 2 പേര് പൊറോട്ട കഴിച്ചു, 2 പേര് ബിരിയാണി കഴിച്ചു. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ഒരു 1000 റുപ്പീസിന്റെ ബില്ല് വന്നു. ഇത് ട്രഡീഷണൽ കോസ്റ്റിംഗിലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്നറിയോ? ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യും. അതായത് ലെറ്റ്സ് സേ ബിരിയാണി, എല്ലാവരും ബിരിയാണിയാണ് കഴിച്ചതെന്ന് എസ്യൂം ചെയ്തിട്ട് കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതായത് 2 പൊറോട്ട കഴിച്ച ആൾ വരെ ഒരു ബിരിയാണിന്റെ കോസ്റ്റ് ഇൻക്വയർ ചെയ്യണം. ഇവിടെ ശരിയായിട്ടുള്ളൊരു കോസ്റ്റ് അലോക്കേഷൻ ആണോ നടക്കുന്നത്? അല്ല, ഇതാണ് ട്രഡീഷണൽ കോസ്റ്റിംഗിന്റെ ഫ്ലോ. ഇനി പകരം നിങ്ങൾ ABC കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, പൊറോട്ട കഴിച്ചവരൊക്കെ നിങ്ങൾ ഒരു കോസ്റ്റ് പൂളിലേക്ക് ആഡ് ചെയ്യും, ബിരിയാണി കഴിച്ചവരൊക്കെ നിങ്ങൾ വേറൊരു കോസ്റ്റ് പൂളിലേക്ക് ആഡ് ചെയ്യും. പൊറോട്ടയാണ് ആദ്യത്തെ കോസ്റ്റ് പൂളിന്റെ കോസ്റ്റ് ഡ്രൈവർ. ഒരു പൊറോട്ടയ്ക്ക് 10 രൂപ. അപ്പോൾ 2 പൊറോട്ട കഴിച്ച ഒരാൾക്ക് 20 രൂപ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. 3 പൊറോട്ട കഴിച്ച ആൾക്ക് 30 രൂപ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓൺ ദ അതർ കോസ്റ്റ് പൂൾ ബിരിയാണിയാണ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഒരു ബിരിയാണി കഴിച്ച ആൾക്ക് ഒരു ബിരിയാണീൻ്റെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. 2 ബിരിയാണി കഴിച്ച ആൾക്ക് 2 ബിരിയാണീൻ്റെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള കോസ്റ്റ് അലോക്കേഷനാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ABC കോസ്റ്റിംഗ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് അലോക്കേഷൻ മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇതുപോലെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.